ITR അഥവാ ഇൻകം ടാക്സ് അത് ഫയൽ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. ഈ ITR ഫയലിങ്ങിൽ നിരവധി പിഴവുകളാണ് ഇപ്പോൾ വരുന്നത്. ഈ പിഴവ് നിങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വരുത്താൻ പാടില്ല. 2025 സാമ്പത്തിക വർഷത്തെ, അതായത് 2025-26 അസസ്മെൻറ്റ് വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഇപ്പോൾ 2025 സെപ്റ്റംബർ 15 നിശ്ചയിച്ചിരിക്കുന്നു. തീയതി നീട്ടിയിട്ടുണ്ടെങ്കിലും അവസാന ദിവസം വരെ കാത്തിരിക്കുന്നത് ദോഷകരമായി മാറിയേക്കാം എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പേപ്പർ നടപടിക്രമങ്ങൾ, സാങ്കേതിക സങ്കീർണതകൾ, ചിലപ്പോൾ പോർട്ടലിലെ തകരാറുകൾ എന്നിവ കാരണം റിട്ടേൺ ഫയൽ ചെയ്യുന്ന പ്രക്രിയ വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ITR1, ITR4 ഫോമുകൾ ഉപയോഗിക്കുന്ന നികുതിദായകർ അവരുടെ റിട്ടേണുകൾ വൈകാതെ തന്നെ ഫയൽ ചെയ്യണം. കാരണം ഈ ഫോമുകളിലെ ഓൺലൈൻ എക്സൽ യൂട്ടിലിറ്റി ഇതിനകം പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ വരുമാന സ്രോതസ്സ് മറക്കുകയോ അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ തെറ്റായി പൂരിപ്പിക്കുകയോ പോലുള്ള എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിഭ്രാന്തരാകേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടേൺ ശരിയാക്കാമെന്നുള്ളതാണ്. എന്തായാലും റിട്ടേൺ സമർപ്പിക്കുന്നതിലെ പിഴവുകളും ഗുരുതരമായി ഭവിച്ചേക്കാം. വരുമാന സ്രോതസ്സ് മറച്ചു വയ്ക്കുകയോ തെറ്റായ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകുകയോ പോലുള്ളവ. എന്നാൽ കൃത്യസമയത്ത് തെറ്റ് മനസ്സിലാക്കിയാൽ 2025 ഡിസംബർ 31 പുതുക്കിയ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആദായ നികുതി നോട്ടീസ് ഒഴിവാക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിട്ടേൺ പുതുക്കുന്നതിന് ആദ്യ ആദായ നികുതി ഈ ഫയലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്യണം. തുടർന്ന് ഈ ഫയൽ ടാബിലേക്ക് പോയി ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ അസസ്മെൻറ്റ് വർഷം 2025-26 തിരഞ്ഞെടുത്ത് സെക്ഷൻ 139/5 പ്രകാരം പുതുക്കിയ റിട്ടേൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. പുതുക്കിയ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ മുമ്പ് സമർപ്പിച്ച റിട്ടേണിൻ്റെ അക്നോളജ്മെൻറ്റ് നമ്പർ നൽകേണ്ടതുണ്ടെന്ന് ദയവായി ശ്രദ്ധിക്കണം. നിങ്ങൾ ഓഫ്ലൈനായി, അതായത് പേപ്പർ മോഡിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 80 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് ഇത് ചെയ്യാൻ കഴിയും. അപ്പോൾ തിരുത്തൽ പേപ്പർ മോഡിലും ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.